ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫങ്ഷൻസ് നമ്മൾ ചെയിൻ റൂൾ പഠിച്ചു. അതിനോട് അനുബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ചെയ്തായിരുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് എക്സർസൈസ് 5.2 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് മാത്രമേ, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 തുടങ്ങും. ആദ്യത്തെയൊക്കെ വളരെ സിമ്പിൾ ആണ്, എല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ 1 ഹോംവർക്ക് ആണ്. പിന്നെ നോട്ട്ബുക്കിൽ നോട്ട് എഴുതി അയക്കുമ്പോൾ എനിക്ക് ഹോംവർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 2 കോസോ സൈൻ എക്സ് ആണ്. ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസോ സൈൻ എക്സ് വിത്ത് റെസ്പെക്ട്. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ ആദ്യമേ നമ്മൾ സാധാരണ ഇന്ന പോലെ ഇതിനെ പേര് കൊടുക്കുന്നത് കാര്യം മറക്കണ്ട. y is equal to cos of sin x. It is a composite of two functions. ഏതാണ് ഇതിനകത്ത് രണ്ട് കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? cos x, മൊത്തമായിട്ട് പറഞ്ഞത് cos x ന്റെ രൂപത്തിൽ. അപ്പം ഇതിന് രണ്ട് കമ്പോണന്റ് cos x ഉണ്ട്, പിന്നെ sin x ഉണ്ട്. cos x ന്റെയും sin x ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ കോമ്പോസിറ്റ് ആണ് cos of sin x എന്ന് പറയുന്നത്. ചോദ്യം അതൊന്നുമല്ല, നമുക്ക് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ചെയിൻ റൂൾ വെച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാനുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, 2 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാനിത് ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നു. നേരെ dy/dx വരുന്നു. dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യമേ നോക്കി ഫംഗ്ഷൻ ഓവറുള്ളത് ഏത് രൂപത്തിലാണ്, ഫോർമുല ലിസ്റ്റിൽ ഏത് രൂപത്തിലാണ്? cos x ന്റെ രൂപത്തിലാണ്. cos x അല്ല, പക്ഷെ cos x ന്റെ രൂപത്തിലാണ്. എക്സിന് പകരം sin x ആണെന്നേ ഉള്ളൂ. cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇത് d/dx ഓഫ് y ക്ക് പകരം cos of sin x. അപ്പൊ ഇത് cos x ന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x ആണ്. മൈനസ് അവിടെ ഉണ്ടോ? പലരും മൈനസ് വിട്ടുപോകാറുണ്ട്. അങ്ങനെയല്ല, മൈനസ് sin x. x എന്ന് പറയുന്നത് ഇവിടെ sin x ആണ്. മൈനസ് സൈനോ sin x ഉണ്ടോ? മൈനസ് sin x ന് പകരം മൈനസ് സൈനോ sin x മതിയോ? പോരാ, ഇൻഡു ചെയ്യണം. എന്തുകൊണ്ട്? എക്സിന് പകരം വന്ന sin x നെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻഡു ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം d/dx ഓഫ് എക്സിന് പകരം sin x ഒന്നും കൂടി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് sin x വെളിയിൽ കിടപ്പുണ്ട്. സോറി, മൈനസ് സൈനോ sin x ഇൻഡു d/dx ഓഫ് sin x ഫോർമുലേഷനിലേക്ക് വന്നു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു cos x. ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, കാരണം ഫോർമുലേഷനിൽ ഫോർമുല കിട്ടിയാൽ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തേക്കുക. തീർന്നു, ഇതാണ് ആൻസർ. ഇതിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇത്രയോ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത് വളരെ ഈസി ആയിട്ട് തോന്നും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ചോദ്യം 4, 3 ഹോംവർക്ക് വരുന്നു. 4-മത്തത് sec of tan of root x. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ y is equal to sec of tan of root x. ശ്രദ്ധിച്ച് പറയണം. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഇതിനകത്ത് എത്ര കമ്പോണന്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാമോ? മൊത്തം ഓവറോൾ ഏത് രൂപത്തിലാണ്? sec x ന്റെ രൂപത്തിലാണ്. അപ്പോൾ sec x ആദ്യത്തത്. വീണ്ടും x tan x ന്റെ രൂപത്തിലാണ്. വീണ്ടും x ന് പകരം root x. അപ്പൊ ഇതിനകത്ത് 3 കമ്പോണന്റുകൾ sec x ഉണ്ട്, tan x ഉണ്ട്, root x ഉണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ കോമ്പോസിറ്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്നുള്ളത്. നേരെ ഡയറക്റ്റ് മെത്തേഡിൽ തന്നെ വരാം. dy/dx is equal to d/dx of sec of tan of root x എന്ന് എഴുതി. ഇത് മൊത്തമായിട്ട് പറഞ്ഞാൽ ഇത് ഏത് ഫോർമുല ലിസ്റ്റിൽ ഏത് ഫോർമുലയുടെ രൂപത്തിലാണ്? sec x ന്റെ രൂപത്തിലാണ്. sec x അല്ല, പക്ഷേ sec x ന്റെ രൂപത്തിലാണ്. sec x ന്റെ ഡെറിവേറ്റീവ് ഓർമ്മ വരണം. കണ്ടോ? എന്താണ്? tan സ്ക്വയർ x അല്ലല്ലോ, സോറി, sec x into tan x. sec x ന്റെ ഡെറിവേറ്റീവ് sec x into tan x ആണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ എങ്ങനെ എഴുതാം? sec x അല്ല കേട്ടോ, x ന് sec of tan root x. അത് കുറിച്ച് എഴുതാൻ ഇച്ചിരി പാടാണ്, കയ്യാനെങ്കിൽ എഴുതണം. sec x ന് പകരം sec of tan root x sec x into സ്പേസ് ഇല്ലാതെ tan of tan root x into തീർന്നോ? sec x ആണ് sec x into tan x. ഓക്കെ, ഇത് sec x അല്ല. അപ്പൊ എന്ത് ചെയ്യണം? x ന് പകരം വന്ന tan root x ന് ഒന്നും കൂടി, അപ്പൊ into d/dx of tan root x ഉണ്ടോ? x ന് പകരം വന്ന tan root x നെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻഡു ചെയ്യാണ് വേണ്ടത്. ആദ്യമേ sec x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല sec x into tan x, എന്നിട്ട് x ന് പകരം വന്ന tan root x ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു sec of ഇത് മുഴുവൻ എഴുതണം കേട്ടോ. sec of tan root x into tan of tan root x into ഇനി വീണ്ടും നോക്കിയേ d/dx of tan root x ഫോർമുല ലിസ്റ്റിലെ ഏത് രൂപത്തിലാണ്? tan x ന്റെ രൂപത്തിലാണ്. tan x ന്റെ രൂപത്തിലാണ് അല്ലേ? tan x അല്ല, tan x ന്റെ രൂപത്തിലാണ്. x ന് പകരം root x ആണുള്ളൂ. tan x ന്റെ ഡെറിവേറ്റീവ് sec സ്ക്വയർ x. അപ്പോൾ ആ ഫോർമുല sec സ്ക്വയർ x അല്ല, ഇവിടെ x ന് പകരം വീണ്ടും root x ആണ്. ഇൻഡു തീർന്നോ? ഇല്ലല്ലോ,
ഇല്ല, വീണ്ടും എക്സിന്റെ പകരം വന്നിരിക്കുന്നത്. അതിനെ ഒന്നും ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. ഇത് ചെയ്യണം. ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാൽ സ്റ്റോപ്പ് ആയി. കാരണം റൂട്ട് എക്സ് ലാസ്റ്റ് ആണ്. നമ്മൾ ഫോർമുല ലിസ്റ്റിൽ ഉള്ളതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ ഇവിടെ എഴുതാം. നോക്കിയോളൂ. ബാക്കി സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ ഓഫ് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു സി സ്ക്വയർ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ്. അത് ഫോർമുല ലിസ്റ്റിൽ കിടപ്പുണ്ട്. 1/2 റൂട്ട് എക്സ്. അപ്പോൾ കാണാൻ പഠിക്കാൻ പറഞ്ഞതിന്റെ ഉപയോഗം മനസ്സിലാവും. അന്നേരം നമ്മൾ ആലോചിച്ച് എക്സസൈസിന്റെ ഫോർമുല വെച്ച് ചെയ്യാൻ നോക്കരുത്. ഇതുപോലെ ബൈഹാർട്ട് ആക്കിയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അതാണ് റൂട്ട് എക്സിന്റെയും കാണാൻ പഠിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻസറായി. ഇനി വേണമെങ്കിൽ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇത്രയും മതിയാ. വേണമെങ്കിൽ 1/2 റൂട്ട് എക്സ് ആദ്യം എഴുതാം. സി സ്ക്വയർ റൂട്ട് എക്സ് രണ്ടാമത് എഴുതാം. ഇത് ആ ക്രമത്തിൽ എഴുതാം. പുസ്തകം നോക്കിയിട്ട് അത് ക്രമീകരിച്ചു. നിർബന്ധമൊന്നുമില്ല. വളരെ വഴി. അടുത്ത ടെക്സ്റ്റിലെ 5ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് സൈൻ ഓഫ് ax plus b ഡിവൈഡഡ് ബൈ cos ഓഫ് cx plus b. അതാണ് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഇതിന് y എന്ന് പേര് കൊടുത്തു. ലെറ്റ് y ഈസ് ഈക്വൽ ടു പേര് കൊടുത്തു dy ബൈ dx എന്ന് പറയുന്നതാണ്. d ബൈ dx ഓഫ് ദിസ് ഫംഗ്ഷൻ ആണ്. ഇത് മൊത്തം എഴുതാം. ഇവിടെ എഴുതണം നിർബന്ധമില്ല. d ബൈ dx ഓഫ് ഇത് മൊത്തം എഴുതണം. എഴുതാൻ പറ്റുന്നവരെ എഴുതിക്കോളൂ. ഞാൻ എഴുതുന്നില്ല. ഇവിടെ നേരെ പോയിട്ട് കാണാൻ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ നോക്കുക, ഇത് ഏതെങ്കിലും രൂപത്തിലാണ് നമ്മൾ ഏത് റൂളാവും. ഇതൊരു റൂൾ ബേസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ റൂൾ അപ്ലൈ ചെയ്യണം. ഏതാ കോഷന്റിലേക്ക് രണ്ട് ഫംഗ്ഷനുകളുടെ കോഷന്റെ ഹരണ രൂപത്തിലല്ലേ. എഫ് എക്സ് ബൈ ജി എക്സ് രൂപത്തിലാണിത്. അതിന് ഡെറിവേറ്റീവ് കാണാൻ ഒരു ഫോർമുല നമ്മുടെ ലിസ്റ്റ് കിടപ്പുണ്ടല്ലേ. ചോദിച്ചാണ് എല്ലാവരോടും കോഷൻ റൂൾ. ഇവിടെ ഏതാണ് ഓർമ്മ? രണ്ട് ഫംഗ്ഷനുകൾ ഹരിച്ച രൂപത്തിൽ തന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കാണാൻ ചോദിച്ചാൽ കോഷൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യമേ കോഷൻ റൂൾ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ആ ഫോർമുല കോഷൻ റൂൾ എഴുതണം നിർബന്ധം വേണ്ട. ഒരു സൈഡിൽ ഒരു വരി വരച്ചിട്ട് വേണേൽ റൂൾ എഴുതിക്കോളാം. ആ ഫോർമുല ഓർത്തിട്ട് എഴുതിയാലും മതിയുള്ളൂ. ഓർത്തിട്ട് ഇവിടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ എന്താണ് കോഷൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു അതായത് എഫ് എക്സ് ബൈ ജി എക്സ്. അപ്പൊ ജി എക്സ് ഇൻറ്റു ജി എക്സിന് പകരം ഇവിടെ കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി. ഡിനോമിനേറ്റർ ഇൻറ്റു അല്ലെങ്കിൽ ജി എക്സ് ഇൻറ്റു അല്ലെ ജി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് അത് അങ്ങനെ ജി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് അല്ലേ. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി. പിന്നെന്താ വേണ്ടത്? സോറി, സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി മൈനസ് അല്ലെ ജി എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് മൈനസ് എഫ് എക്സ്. അതായത് സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് അല്ലെ. അവിടെ സ്ഥലമില്ല, നിങ്ങൾ അത് സങ്കല്പിച്ചാൽ മതി. കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഒന്നുണ്ട്. അങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ജി എക്സ് സ്ക്വയർ. അതായത് കോസിന്റെ സ്ക്വയർ കോസ് സ്ക്വയർ അല്ലെ. ഹോൾ സ്ക്വയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കോസ് സ്ക്വയർ ചെയ്താൽ മതി. കോസ് സ്ക്വയർ ഓഫ് സി എക്സ് പ്ലസ് ഡി അല്ലെങ്കിൽ കോസ് സി എക്സ് പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ. ആദ്യ സ്റ്റെപ്പ് കിട്ടി. ഇതിനൊരു മാർക്കായി. ഇനി നമുക്ക് വീണ്ടും ഡെറിവേറ്റീവ്സിന്റെ ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് കോസ് ഓഫ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ്. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് ചെയിൻ റൂള്. ഇത് സൈൻ എക്സ് അല്ല, പക്ഷെ സൈൻ എക്സിന്റെ രൂപത്തിലാണ് അല്ലെ. നമ്മുടെ ഫോർമുലേഷനുണ്ട്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. അപ്പോൾ സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് നമുക്ക് പഠിച്ചല്ലേ, കുറെ പഠിച്ചല്ലോ. സൈൻ എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി മാത്രം മതിയോ? പോരാ. സൈൻ എക്സ് ആണെ കോസ് എക്സ് മതിയായിരുന്നു ഡെറിവേറ്റീവ്. ഇത് സൈൻ എക്സ് അല്ല, സൈൻ എക്സിന്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഞാൻ അത് ഡി ബൈ ഡി എക്സ് ഓഫ് അത്യാവശ്യ സ്റ്റെപ്പ് ഒക്കെ എഴുതിയാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് ബി ആണ് കേട്ടോ. ഞാൻ അത് മുഴുവൻ എഴുതുന്നില്ല, അതിന്റെ ആൻസർ മാത്രമേ എഴുതുന്നുള്ളൂ. എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എ ഇൻറ്റു 1 പ്ലസ് 0 എന്നല്ലേ വരുള്ളൂ. കാരണം എ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എ കോൺസ്റ്റന്റ് വെളിയിൽ ഇടാന്നുണ്ടോ? എ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. പ്ലസ് ബി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് അപ്പം ഏന്ന് മാത്രം എഴുതിയാൽ മതി. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഇത്രയും എഴുതുന്ന കാര്യം ഉണ്ടോ? ഏന്ന് മാത്രം എഴുതിയാൽ മതിയാവും. തീർന്നില്ല. മൈനസ് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. മൈനസ് പറഞ്ഞോളൂ. ഇതിന്റെ സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് സി എക്സ് പ്ലസ് ഡി ആണ് കേട്ടോ. അതുകൊണ്ട് കോസ് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ സി എക്സ് പ്ലസ് ഡി ഉണ്ട്. അപ്പൊ അത് ഏത് രൂപത്തിലാണ്? ഫോർമുല ലിസ്റ്റ് കോസ് എക്സിന്റെ രൂപത്തിലാണ്. കോസ് എക്സ് അല്ല, പക്ഷെ കോസ് എക്സിന്റെ രൂപത്തിലാണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് സൈൻ എക്സിന് പകരം സി എക്സ് പ്ലസ് ഡി ഇൻറ്റു ഡി ബൈ ഡി എക്സ്
സി എക്സ് പ്ലസ് എക്സിന് പകരം സി എക്സ് പ്ലസ് ഡി. ഒന്നും കൂടി സി എക്സ് പ്ലസ് ഡെറിവേറ്റീവ് എന്താണ്? സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് എന്താണ്? സി എക്സ് പ്ലസ് കോസ് സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് എന്താണ്? സോറി, ഇവിടെ മൈനസ് സൈൻ സി എക്സ് പ്ലസ് ഡി ആണ്. മതിയോ? പോരാ. ഇനി എക്സിന് പകരം സി എക്സ് പ്ലസ് ഡിയെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? സി ഇൻറ്റു ഇവിടെ ചെയ്ത പോലെ എ ഇൻറ്റു 1 + 0 എന്ന് എഴുതിയ പോലെ സി എക്സ് പ്ലസ് ഡിയുടെ ഡെറിവേറ്റീവ് എന്താണ്? സി ഇൻറ്റു 1 + 0. അപ്പോൾ സി ഇൻറ്റു 1 + സി എന്ന് മാത്രം എഴുതിയാൽ മതിയോ? നിങ്ങൾ എഴുതുമ്പോൾ എഴുതാനാണ്. അപ്പോൾ തീർന്നില്ല. ഈ പലരും ഡിവൈഡഡ് ബൈ ഇടാൻ മറന്നു പോകാറുണ്ട്. നിങ്ങൾ ആൻസേഴ്സ് നോക്കുമ്പോൾ കാണാറുണ്ട്. ക്വസ്റ്റ്യൻ റൂൾ ആകുമ്പോൾ താഴെ എഴുതണം. ഡിനോമിനേറ്റർ ഒന്നും ചെയ്യണ്ടേ, എപ്പോഴും അവസാനം വരെ ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക. ഒന്നും സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട. കോസ് സ്ക്വയർ സി എക്സ് പ്ലസ് ഡി ഇത്രയും എഴുതിയാൽ ഫുൾ മാർക്കായി. ഇനി നമുക്ക് ഇതിനൊന്ന് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? അത് നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഞാൻ അയച്ചോളാം കേട്ടോ, എഴുതിയായുള്ളൂ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ആദ്യം എ എഴുതാം. ഇവിടെ എ ഇൻറ്റു 1 + 0 എന്ന് പറയുന്നത് ഏതല്ലേ? എ ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി. അതിന് ചുരുക്കി കോസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല കേട്ടോ. പറ്റുമോ? കോസ് സ്ക്വയർ എഴുതാൻ പറ്റുമോ? കാരണം ഇതിനകത്ത് വരുന്ന ആംഗിൾ രണ്ടും രണ്ടാ. ഇവിടെ സി എക്സ് പ്ലസ് ഡിയും ഇവിടെ എ എക്സ് പ്ലസ് ഡി. അപ്പോൾ ഇതിന് കോസിന് കോസ് സ്ക്വയർ എഴുതരുത്. വേണമെങ്കിൽ ആദ്യം എ എഴുതാം. എ ഇൻറ്റു കോസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു കോസ് എ എക്സ് പ്ലസ് ബി മൈനസ് സൈന്. അതിവിടെ ഒരു മൈനസിന്റെ മൈനസ് എടുക്കുന്നുണ്ട് കേട്ടോ. മൈനസിന്റെ മൈനസ് പ്ലസ് എഴുതാം. പ്ലസ് സൈൻ എ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ സി എക്സ് പ്ലസ് ഇൻറ്റു സി. സി ആദ്യം എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ 6. അത് നോട്ട്ബുക്കിൽ അയക്കുമ്പോഴത്തേന് കറക്റ്റ് എഴുതി. ഇനി ചോദ്യം 6, പുസ്തകത്തിലെ 6ാമത്തെ ചോദ്യമാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് റേസ്ഡ് ടു 5. ഇവിടെ എക്സ് ക്യൂബിന് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാണാനാണ് ആദ്യമേ നമ്മളതിന് പേര് കൊടുക്കുന്നു. പേര് കൊടുക്കാൻ മറക്കരുത്. വൈ എന്നോ എഫ് എക്സ് എന്നോ പേര് കൊടുക്കാൻ ഇഷ്ടം പോലെ കൊടുക്കും. ഞാൻ സാധാരണ നമ്മൾ വൈ എന്നിട്ടാണ് ചെയ്യുന്നത്. നേരെ ഡി വൈ ബൈ ഡി എക്സിലേക്ക് വരികയാണ്. ഡി വൈ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇത് മൊത്തം കേട്ടോ. ഡി ബൈ ഡി, അത് ഞാൻ എഴുതില്ല, നിങ്ങൾ സങ്കല്പിക്കുക. ഡി ബൈ ഡി എക്സ് ഇത് മൊത്തമാണ് വരുന്നത്. എഴുതിക്കോളാം. അപ്പൊ ഇവിടെ നോക്കുക, ഇത് നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും ഫോർമുല ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഏതാണ് ഫോർമുല വരേണ്ടത്? ഓർത്ത് നോക്കുക. ഏത് ഫോർമുലയാണ് വരുന്നത്? പ്രോഡക്റ്റ് റൂൾ. കാരണം രണ്ട് ഫംഗ്ഷനുകളുടെ ഇൻറ്റു ആണ് വരുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ രണ്ട് ഫംഗ്ഷനുകളുടെ കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ എങ്ങനെയല്ല, രണ്ട് ഫംഗ്ഷനുകളാണ്. കോസ് എക്സ് ക്യൂബ് ആദ്യ ഫംഗ്ഷൻ, എഫ് എക്സ് രണ്ടാമത് സൈൻ സ്ക്വയർ എക്സ് റേസ്ഡ് ടു വേറൊരു ഫംഗ്ഷൻ ജി എക്സ് ആണ്. അപ്പൊ എഫ് എക്സ് ഇൻറ്റു ജി എക്സ് ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഉടനെ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ ഓർമ്മയിൽ വരണം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ്. ആ ഫോർമുല ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് ഉപയോഗിച്ച് നമ്മുടെ എക്സ്പാൻഡ് ചെയ്യാം. ഫോർമുല മനസ്സിൽ ഓർത്തുകൊണ്ട് എഴുതിയാലും മതി. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ അതിന് ഫോർമുല എഴുതിയില്ല, മാർക്കൊന്നും കിട്ടിയില്ല. ഇനിയും അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് എക്സ് ഇൻറ്റു അതുപോലെ എഴുതുക കോസ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 എഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി എക്സ് പ്ലസ് ജി എക്സ് സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ക്യൂബ്. ആദ്യത്തെ സ്റ്റെപ്പായി. ഇവിടെ ഡിവൈഡ് ബൈ ഒന്നും ഇല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. That is cos of x raised to 3 into d by dx of sin square x raised to 5. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. സൈൻ സ്ക്വയർ ആണ് ബ്രാക്കറ്റിൽ. സൈൻ സ്ക്വയർ അത് ഏത് ഫംഗ്ഷന്റെ രൂപത്തിലാണ്? നമ്മുടെ ഫോർമുല ലിസ്റ്റിലെ ഏത് ഡെറിവേറ്റീവിന്റെ രൂപത്തിലാണ്? സൈൻ സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. ഇത് ബാക്കിയൊക്കെ പോട്ടെ. സൈൻ സ്ക്വയർ എക്സ് സ്ക്വയർ, സൈനിന്റെ സ്ക്വയറിലെ സൈൻ സ്ക്വയർ ആണ്. അപ്പൊ അത് എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. മനസ്സിലായി? അത് എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x എന്നതുപോലെ. എക്സ് സ്ക്വയർ അല്ല, എക്സിന് പകരം എക്സ് സ്ക്വയറിന് സങ്കല്പിക്കും. എക്സ് സ്ക്വയറിന്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞു. അപ്പൊ എക്സിന് പകരം ഏതാണെന്നറിയാമോ? സൈൻ എക്സ് റേസ്ഡ് 5 ആണ്. ഇത് മൊത്തമാണ് എക്സിന് പകരം എക്സ് സ്ക്വയറിന്റെ രൂപത്തിലാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x എന്നതുപോലെ സൈൻ സ്ക്വയർ എക്സ് റേസ്ഡ് 5 ഡെറിവേറ്റീവ് 2x 2 സൈൻ എക്സ് റേസ്ഡ് 5 ഉണ്ടോ? തീർന്നോ? ഇല്ല, ഇൻറ്റു വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. എക്സിന് പകരം വന്നിരിക്കുന്നത് ഏതാ? ഇത് മൊത്തം എക്സ്, എക്സ് സ്ക്വയർ, ഇത് മൊത്തം എക്സ് ആണ്. സൈൻ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇവിടെ എഴുതിയേക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് റേസ്ഡ് 5. അതുകൊണ്ട് എക്സ് റേസ്ഡ് 5 മാത്രമല്ല കേട്ടോ, എക്സിന് വരുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പൊ അതിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് റേസ്ഡ് 5. ബാക്കി ഇതിന്റെ ഡെറിവേറ്റീവ് അടുത്ത സ്റ്റെപ്പ്. ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് അടുത്ത സ്റ്റെപ്പ് നോക്കാം. സൈൻ സ്ക്വയർ x raised to 5 into d by dx of cos x cube. Sorry, cos x cube ആണ്. cos x cube. ഏത് രൂപത്തിലാണ് cos x cube എന്ന് പറയുന്നത്? cos x
കോസെക്സ് അല്ല, പക്ഷെ കോസെക്സിന്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ എക്സ് എന്നതുപോലെ മൈനസ് സൈൻ എക്സ് ക്യൂബ്. തീർന്നോ? പോരാ, കാരണം നമ്മൾ എക്സിൽ എത്തുന്നവരെ വേണം. അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബിൽ ഒന്നും കൂടി അത്രയും ചെയ്യണം ചെയിനുകൾ. അപ്പൊ ഇതിനകത്ത് രണ്ട് റൂളുകൾ നമ്മൾ ഉപയോഗിച്ചു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ക്വോഷ്യന്റ് റൂൾ ഉപയോഗിച്ചു, ചെയിൻ റൂൾ ഉപയോഗിച്ചു. ഈ പ്രോബ്ലത്തില് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചു, ചെയിൻ റൂൾ ഉപയോഗിക്കുന്നുണ്ട്. ചെയിൻ റൂൾ ഒറ്റ ചെയിൻ കൂടെ തീരുന്നില്ല, ഇത് ആ ചെയിൻ നീണ്ടു പോവുകയാണ്. ഇനിയുണ്ട് അടുത്ത സ്റ്റെപ്പ് വരെ വീണ്ടും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത്തിരി ലെങ്തി ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മാർക്ക് മിനിമം ചോദിക്കാം. ദാറ്റ് ഈസ്, ഇത് വേണമെങ്കിൽ ക്രമത്തിൽ എഴുതി പറയാം. 2 ആദ്യം ചെയ്തേക്കാം, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. 2 ഇൻറ്റു കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു, ഇനി പറയാം ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞ് ഇത്രയും പഠിച്ചില്ലേ നമ്മൾ. സൈൻ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്താണ്? അത് ഏത് രൂപത്തിലാണ്? സൈൻ എക്സിന്റെ രൂപത്തിലാണ് അല്ലെ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് എന്നതുപോലെ സൈൻ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? കോസ് ഓഫ് എക്സ് റൈസ് ടു 5. മതിയോ? മാത്രം മതിയോ? സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് സ്റ്റോപ്പ്. ഇത് സൈൻ എക്സ് റൈസ് ടു 5. അപ്പൊ എക്സിന് പകരം എക്സ് റൈസ് ടു 5 ആണ്. അതിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു 5 എക്സ് റൈസ് ടു 4 പെട്ടെന്ന് എഴുതാം കേട്ടോ. അത് ഞാൻ ഇവിടെ എഴുതണം. ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5. ഒത്തിരി ആയിട്ടുള്ളൂ കേട്ടോ. പ്ലസ് ഇനി ബാക്കി പറയാം. ഇവിടെ ഒരു മൈനസ് കൂടി കിടപ്പില്ലേ? പ്ലസും ഈ മൈനസ് കൂടി ചേർന്നാൽ മൈനസ്, പ്ലസും മൈനസ് നമുക്ക് മൈനസ് എഴുതാം. അങ്ങനെ ഇപ്പം കുഴപ്പമില്ല, ഇവിടെ മൈനസ് എഴുതാൻ കുഴപ്പമില്ല. ഈ പ്ലസും മൈനസും വന്നാൽ നമുക്ക് മൈനസ് എഴുതാം. മൈനസ് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു സൈൻ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. നമുക്കറിയാം 3x സ്ക്വയർ. അത് ഫോർമുലയുടെ രൂപത്തിൽ തന്നെയാണ് 3x സ്ക്വയർ. അതിന് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. 3x തീർന്നില്ല. ഇനിയും കിടപ്പില്ലയോ? ഈ ആദ്യ സ്റ്റെപ്പിൽ ഇനിയും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5 കിടപ്പുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതേണ്ടത്? അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല, ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ എഴുതിക്കണം. 2 cos x ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് റൈസ് ടു 5 ഇൻറ്റു കോസ് എക്സ് റൈസ് ടു 5 ഇൻറ്റു 5 എക്സ് റൈസ് ടു 4 മൈനസ് ഇത് അതുപോലെ എഴുതാം. വേണമെങ്കിൽ എന്നിട്ട് അവസാനം 5 എക്സ് റൈസ് ടു 5 ഇൻറ്റു കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 10 ഒക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അടുത്ത ചോദ്യം 7. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 2 ഇൻറ്റു റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ആസ്യൂഷൻ നമ്മളിതിനെ ആദ്യമേ ഇതിനെ ലെറ്റ് y ഈസ് ഈക്വൽ ടു, എപ്പോഴും അങ്ങനെ കണ്ടു y അല്ലെങ്കിൽ എഫ് എക്സ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു y അല്ലെങ്കിൽ എഫ് എക്സ് പേര് കൊടുക്കുക. നേരെ ഡി വൈ ബൈ ഡി എക്സിലേക്ക് പോവുക. ഡി വൈ 2 ഇൻറ്റു കോൺസ്റ്റന്റ് വെളിയിലിടാവുന്ന നിയമമുണ്ടല്ലോ അല്ലെ? സി ഇൻറ്റു എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് സി ഇൻറ്റു ഒന്നുണ്ടോ? അപ്പൊ 2 കോൺസ്റ്റന്റ് വെളിയിൽ കിടന്നോട്ടെ, അത് അവസാനം വരെ ആ 2 അങ്ങനെ കിടന്നോട്ടെ. ഇനി നോക്കി, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ റൂട്ട് ഓഫ് കോട്ടെക്സ് സ്ക്വയർ. അത് ഫോർമുല ലിസ്റ്റിലേക്ക് ഓർക്കുക. ഏത് രൂപത്തിലാണ്, ഏത് ഫോർമുലയുടെ രൂപത്തിലാണ് കോട്ടെക്സ് റൂട്ട് ഓഫ് കോട്ടെക്സ് സ്ക്വയറിന്റെ? റൂട്ട് എക്സ് ഉണ്ടോ? അവിടെ കാണാൻ പഠിക്കുന്നത് റൂട്ട് എക്സിൽ പഠിച്ചിട്ടുണ്ടോ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അപ്പൊ ആ ഫോർമുല വയ്ക്കുക. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സിന് ഇത് മൊത്തം എക്സ് അല്ലത്, എക്സിന് പകരം കോട്ടെക്സ് സ്ക്വയർ. അപ്പൊ മൊത്തം 1/2 റൂട്ട് എക്സ്. തീർന്നില്ല, ഇൻറ്റു ചെയ്യണം. റൂട്ട് എക്സ് ആണെങ്കിൽ 1/2 റൂട്ട് എക്സ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ഇത് റൂട്ട് എക്സ് അല്ല, റൂട്ട് എക്സിന്റെ രൂപത്തിലാണെന്നേ ഉള്ളൂ. അപ്പോൾ 1/2 റൂട്ട് എക്സ് ഫോർമുല അപ്ലൈ ചെയ്തു. വീണ്ടും എക്സിന് പകരം വന്ന കോട്ടെക്സ് സ്ക്വയറിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഇട്ടാലും തരുമോ? ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ. ക്യാൻസൽ ആയി കളഞ്ഞേക്കാം. താഴെ മുകളിലുള്ളത് ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് 1/√ ഓഫ് കോട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു വീണ്ടും കോട്ട് എക്സ് സ്ക്വയർ. ഇതുപോലെ ഒരു ഫോർമുല ഇതല്ല, ഇതേപോലെ ഒരു ഫോർമുല ലിസ്റ്റിൽ കിടപ്പുണ്ട്. കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് കിടപ്പുണ്ട് അല്ലെ? കോട്ടെക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക്ക് സ്ക്വയർ. പലരും മൈനസ് വിട്ടു പോകാറുണ്ട്. മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ആ ഫോർമുല ഉപയോഗിച്ച് കോട്ടെക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് അല്ല, ഇവിടെ എക്സ് എക്സ് സ്ക്വയർ. മതിയോ? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇൻറ്റു ചെയ്യണം, കാരണം എക്സിന് പകരം എക്സ് സ്ക്വയർ. വീണ്ടും ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ പറയാമോ? ഞാൻ എഴുതുന്നില്ല, ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ആൻസറിൽ. എന്തായിരിക്കും? -1/√ ഓഫ് കോട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു കൊസി സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു 2x. എന്നിട്ടാണ് പുസ്തകത്തിലെ പോലെ ഒന്ന് ക്രമീകരിച്ച് ഒറ്റ വരെ മൊത്തമായിട്ടൊക്കെ നീട്ടിയിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്ര എഴുതിയാലും ഫുൾ മാർക്ക് ആയിക്കഴിഞ്ഞു. എത്ര ഫുൾ മാർക്ക് ആയില്ല, ഇതിനെ കൂടി ഡെറിവേറ്റീവ് കണ്ടാൽ ഫുൾ മാർക്ക് ആയിക്കഴിഞ്ഞു. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 ഹോംവർക്ക് തരും. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇപ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ക്വസ്റ്റ്യൻ 9, 10 നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് +1 പഠിച്ച ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻ ആണ്. അത് നമുക്ക് +2 വരാറില്ല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ തുറന്നു വരുമ്പോൾ നേരിട്ട് കാണപ്പെടുത്തുന്നു ചോദിക്കുന്നവർക്ക് മാത്രം പറയുക. പരീക്ഷയ്ക്ക് അത് വേണ്ടിയിട്ട് അത് പഠിക്കേണ്ട കാര്യമില്ല. അത് വെട്ടിക്കളഞ്ഞേക്കുക. ഈ 2 ചോദ്യങ്ങൾ വെട്ടിക്കളഞ്ഞേക്കുക. ഇനി നമ്മൾ 5.3 5.2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി അതിൽ സാധാരണ പറയുന്നത് പോലെ ഇതിന് ബാക്കി കുറെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ട് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. ബുക്കിലേക്ക് എഴുതിയിട്ട് അത് ഹോംവർക്ക് ചെയ്യണം. ഫൈനൽ ആൻസർ മാത്രമേ നോക്കാവുള്ളൂ. ഇനി 5.3 ഇപ്പോൾ ചെയ്യുന്നില്ല. അത് വേറൊരു ടോപ്പിക്കാണ്. ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇനി ഞാൻ ഇതിനോടനുബന്ധിച്ച് 5.4 പ്രത്യേകിച്ച് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പഠിച്ച ചെയിൻ റൂള്, പ്രോഡക്റ്റ് റൂള്, കോഷൻ റൂള് ഉപയോഗിച്ച് ഒന്നും കൂടി ആവർത്തനം വരുന്നുള്ളൂ. ഏതാനും ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. 5.4 5.3 അടുത്ത വീഡിയോയിൽ ചെയ്യാം. 5.4 കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണം. 5.4 ആദ്യത്തെ ചോദ്യം ഇതാണ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തുകൊണ്ട് വളരെ എളുപ്പമാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് e⁻x ഡിവൈഡഡ് ബൈ sin x എന്നുള്ള ചോദ്യമാണ്. നമുക്ക് ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഇതിനെ ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ y = പേര് കൊടുത്തു. അപ്പൊ നേരെ dy/dx വരിക. dy/dx ഓഫ് ദിസ് ഫംഗ്ഷൻ അല്ലെ വേണമെങ്കിൽ എഴുതാം. dy/dx ഓഫ് കഴിഞ്ഞിട്ട് എഴുതുക. ഞാൻ അതൊന്നും എഴുതുന്നില്ല. ഇത് ഏത് രൂപത്തിലാണ് പെട്ടെന്ന് മനസ്സിൽ വരണം. ഇത് ഏത് കോഷ്യന്റ് റൂൾ ആണ് അല്ലെ. കാണുമ്പോഴേ മനസ്സിൽ വരണം. കോഷ്യന്റ് fx/gx രൂപത്തിലാണ്. അപ്പോൾ ഡെറിവേറ്റീവ് കാണാൻ ആദ്യ സ്റ്റെപ്പിൽ കോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. എന്താണ് പറഞ്ഞോളുക? ഡിനോമിനേറ്റർ ഇൻറ്റു അതായത് gx അല്ലെ gx ഇൻറ്റു d/dx ഓഫ് ന്യൂമറേറ്റർ fx മൈനസ് ന്യൂമറേറ്റർ അല്ലെ fx ഇൻറ്റു e⁻x ഇൻറ്റു d/dx ഓഫ് ഡിനോമിനേറ്റർ sin x ഹോൾ ഡിവൈഡഡ് ബൈ sin x ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ sin സ്ക്വയർ x ചെയ്താൽ മതി. അല്ലെങ്കിൽ sin x ഹോൾ സ്ക്വയർ രണ്ടും ഒന്ന് തന്നെ. ആദ്യ സ്റ്റെപ്പ് കിട്ടി. എളുപ്പല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു sin x ഇൻറ്റു e⁻x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e⁻x തന്നെ. ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യം തീർന്നു. sin x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ മൈനസ് e⁻x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ ചെയിൻ റൂൾ ഒന്നും വരുന്നില്ല കേട്ടോ. cos x ഹോൾ ഡിവൈഡഡ് ബൈ ആൻസർ കഴിഞ്ഞു. ഇവിടെ d/dx ഒന്നും കാണുന്നില്ല. ആൻസർ കഴിഞ്ഞു. ഇവിടെ ചെയിൻ റൂളിന്റെ ഉപയോഗം ഇല്ലായിരുന്നു. കോഷൻ റൂൾ മാത്രമേ ഉള്ളൂ. അത് +1 നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണ്. അടുത്ത ചോദ്യം 2 e⁻sin⁻x. എന്താണ് ചോദ്യം? ഫൈൻഡ് ദ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ്. എല്ലാം ഒന്ന് തന്നെയാണ്. രണ്ടും പറഞ്ഞു പഠിക്കണം. രണ്ടും ഒന്ന് തന്നെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ ഇതിനെ y എന്ന് പേര് കൊടുത്തു. ലെറ്റ് y = പേര് കൊടുത്തു. നേരെ dy/dx പോരുകയാണ്. ഈസ് ഈക്വൽ ടു d/dx ഓഫ് e⁻sin⁻x. അത് ഞാൻ എഴുതില്ല. ഇത് ഏത് രൂപത്തിലാണ്? ഫോർമുല ലിസ്റ്റിലെ e⁻x ന്റെ രൂപത്തിലാണ്. e⁻x ന്റെ ഫോർമുല നമുക്കറിയാം. ഡെറിവേറ്റീവ് എന്താണ്? e⁻x തന്നെ. അപ്പൊ e⁻sin⁻x ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? e⁻sin⁻x മാത്രം മതിയോ? പോരാ. e⁻x ആയിരുന്നു e⁻x മതിയായിരുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് x പകരം sin⁻x ആണ്. x പകരം വന്നിരിക്കുന്ന ആളെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നിട്ട് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു d/dx ഓഫ് sin⁻x ആദ്യത്തെ സ്റ്റെപ്പായി. ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻sin⁻x ഇൻറ്റു വീണ്ടും sin⁻x ഡയറക്റ്റ് കിടക്കുന്ന ലിസ്റ്റില്ല. എന്താണ്? 1/√1 തീർന്നു. ഈ d/dx കാണുന്നില്ല. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. തീർന്നു. ആൻസർ ഉള്ളൂ. വേണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? e⁻sin⁻x/√1 വേണമെങ്കിൽ എഴുതാം. നിർബന്ധമുള്ള കാര്യമില്ല. അടുത്തത് 3 ഹോംവർക്ക് വളരെ സിമ്പിൾ ആണ്. ചോദ്യം 4 ഫൈൻഡ് ദ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഓഫ് സൈൻ ഓഫ് tan⁻ ഓഫ് e⁻−x. അല്പം കൂടി ലെങ്തിയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ലെറ്റ് y ഈസ് ഈക്വൽ ടു പേര് കൊടുത്തു. ലെറ്റ് y ഈസ് ഈക്വൽ ടു പേര് കൊടുത്തു. നേരെ dy/dx പോരുകയാണ്. ഈസ് ഈക്വൽ ടു d/dx ഓഫ് ദിസ് ഫംഗ്ഷൻ ആണ് എഴുതിക്കൊള്ളാം. അപ്പൊ ഇത് മൊത്തമായിട്ട് നോക്കുമ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? ഓവറോൾ ഏത് രൂപത്തിലാണ്? sin x ന്റെ രൂപത്തിലാണ്. ബാക്കി പിന്നെ നമുക്ക് നോക്കാം. ആദ്യം മൊത്തമായിട്ട് പറയുമ്പോൾ ഇത് sin x ന്റെ രൂപത്തിലാണ്. sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. അപ്പോൾ ആ ഫോർമുല ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? cos x എന്ന് പറയുമ്പോൾ x ന് വലുതാണ്. ഈ ബ്രാക്കറ്റ് കാണുന്നത് cos ഓഫ് tan⁻ e⁻−x മതിയോ? പോരാ. ഇൻറ്റു ചെയ്യണം. ഇൻറ്റു d/dx ഓഫ് x ന് പകരം വന്ന ഈ ബ്രാക്കറ്റുകളാണ്. tan⁻ e⁻−x. അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പൊ ഇതിന്റെ കഴിഞ്ഞാണ്. ഇനി ഇത് മാത്രം. അടുത്ത cos ഓഫ് tan⁻ e⁻−x അതുപോലെ എടുക്കട്ടെ. ഇൻറ്റു
ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതും ഒരു ഫോർമുലയുടെ രൂപത്തിലാണ്. ലിസ്റ്റിൽ ഏതാണ്? ടാൻ എക്സ് അല്ല കേട്ടോ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ രൂപത്തിലാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് അല്ല, പക്ഷെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ രൂപത്തിലാണ്. എക്സിന് പകരം ഇ റൈസ് ടു മൈനസ് എക്സ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 + ഓർത്ത് നോക്കുക, ഫോർമുലകളെല്ലാം പുറകെ വരികയാണ്. അപ്പൊ ഇൻറ്റു എന്തായിരിക്കും? ഡി ബൈ ഡി എക്സ് ടാൻ ഇൻവേഴ്സ് 1/1 + x². എക്സിന് പകരം ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പം ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ 1/1 തീർന്നോ? പോരാ, കാരണം എക്സ് ആണ്, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്, 1/1 + സ്ക്വയർ മതി. ഇത് എക്സിന് പകരം വീണ്ടും ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ അത് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് വീണ്ടും വരുന്നു. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സിന് പകരം ഇ റൈസ് ടു മൈനസ് എക്സിന് ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പില് ദാറ്റ് ഈസ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു 1/1 + ഇത് വേണമെങ്കിൽ ചുരുക്കി എ റൈസ് ടു എം ഹോൾ റൈസ് ടു എ റൈസ് ടു എം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഇ റൈസ് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഉള്ളത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എ റൈസ് ടു എം ഹോൾ റൈസ് ടു എ റൈസ് ടു എം ഇൻറ്റു എൻ. ആ ഫോർമുല വെച്ച് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു മൈനസ് 2x എഴുതാം. മൈനസ് എക്സ് ഇൻറ്റു 2 -2x എഴുതാം. ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് വേണ്ടി പറയാം. എന്തായിരിക്കും? ഇത് ഏത് രൂപത്തിലാണ്? ഇങ്ങനെ ഒരു ഫോർമുല ലിസ്റ്റ് ഇല്ല കേട്ടോ. ഇ റൈസ് ടു എക്സ് കിടപ്പുള്ളൂ. ഇവിടെ എക്സ് അല്ല മൈനസ് എക്സ് ആണ്. അതിന് പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ മൈനസിന്. ഇ റൈസ് ടു എക്സ് ആണ്, ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഇത് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് അപ്പോൾ എന്തായിരിക്കും? ഇ റൈസ് ടു മൈനസ് എക്സ് മതിയോ? പോരാ, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് എക്സ്. എക്സിന് പകരം വന്നിരുന്നത് മൈനസ് എക്സ് ആണ്. അപ്പൊ മൈനസ് എക്സിന് ഒന്നും കൂടി ചെയ്യണം. മനസ്സിലാക്കുക, അത് പലരും ശ്രദ്ധിക്കാറില്ല. ഇ റൈസ് ടു മൈനസ് എക്സ് സ്റ്റോപ്പ് അങ്ങനെ പോരാ. അവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മൈനസ് എക്സിന് ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് കൂടി വരും. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഫൈനൽ ആൻസർ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു മൈനസ് എക്സ് അതുപോലെ കിടക്കട്ടെ 1/1 + ഇ റൈസ് ടു മൈനസ് 2x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എക്സ് ഇൻറ്റു -1 അല്ലെ, മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഇതുകൊണ്ട് എഴുതി സ്റ്റോപ്പ്. അപ്പൊ ഡി ബൈ ഡി എക്സ് തീരുന്നവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചെയിൻ നീണ്ടു പോവാം. അപ്പൊ അത് നിങ്ങൾ തന്നെ ചെയ്തോളുക. ചോദ്യം 5 ഹോംവർക്ക് ആണ്. ചോദ്യം 6 ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും? അപ്പം എക്സെട്ര ആയിരിക്കും. ഇ റൈസ് ടു എക്സ് ക്യൂബ് ആയിരിക്കും. ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 ഇ റൈസ് ടു എക്സ് റൈസ് ടു 5. അപ്പൊ 5 ടേംസ് സമാണ്. അതിന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. ഇടയ്ക്ക് 2 ടേം വിട്ടുപോയതുകൊണ്ടോ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എഴുതാം വേണമെങ്കിൽ. അപ്പൊ ഇതിനെ y എന്ന് കൊടുക്കും. ലെറ്റ് y ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി dy ബൈ dx. അപ്പൊ 5 പദങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 5 പദങ്ങളെയും ഡിഫറൻഷിയേറ്റ് അല്ല. പ്ലസ് അല്ല, ഇടയ്ക്ക് പ്ലസ് ആകുമ്പോൾ എഴുതിയാൽ അങ്ങനെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ഒരെണ്ണം എല്ലാം എഴുതിയേക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5. നമ്മളത് കംപ്ലീറ്റ് തികച്ചെഴുതിയേ ഉള്ളൂ. എളുപ്പമാണ്, പറഞ്ഞോളൂ. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഡയറക്റ്റ് അല്ലേ, ഇ റൈസ് ടു എക്സ് തന്നെ അല്ലെ, അതിനകത്തൊന്നുമില്ല. പ്ലസ് ഇ റൈസ് ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇ റൈസ് ടു എക്സ്. ഇറ്റ് ഈസ് നോട്ട് ഇ റൈസ് ടു എക്സ് ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇ റൈസ് ടു എക്സ്. സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് ഇ റൈസ് ടു എക്സ് സ്ക്വയർ ആദ്യം എഴുതി ഇൻറ്റു എക്സിന് പകരം വന്ന എക്സ് സ്ക്വയറിനെ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റു ചെയ്യണം. ഞാനത് മുഴുവൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതി സമയം കളയുന്നില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്നാണ് 2x. അതും മനസ്സിലാവാത്തത് ഞാൻ മതിയാവും. ഇത്രയൊക്കെ പഠിച്ചല്ലോ, അപ്പം പെട്ടെന്ന് എഴുതാൻ പഠിക്കാം. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ക്യൂബ്. ഇതുപോലെ പറയാമോ? ഇ റൈസ് ടു എക്സിന്റെ രൂപത്തിലായതുകൊണ്ട് ഇ റൈസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. എക്സിന് പകരം വന്ന എക്സ് ക്യൂബിന് ഒന്നും കൂടി അപ്പോൾ എന്ത് കിട്ടും? 3x സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് ഇതുകൊണ്ട് പറഞ്ഞ ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 ഇ റൈസ് ടു എക്സ് റൈസ് ടു 4 ഇൻറ്റു എക്സിന് പകരം വന്ന എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് ഒന്നും എന്ത് കിട്ടും? 4x ക്യൂബ് അല്ലേ. ഞാൻ പെട്ടെന്ന് പറയുള്ളൂ, ഞാൻ പറയില്ല. എക്സ് റൈസ് ടു ഫോർമുല വെച്ചാണ്. പ്ലസ് ലാസ്റ്റ് ഇ റൈസ് ടു എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് റൈസ് ടു 5 ഇൻറ്റു 5x റൈസ് ടു 4 മതി. ഇത്രയും മതി. ഇങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ്. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ലെറ്റ് y ഈസ് ഈക്വൽ ടു എഴുതി ആദ്യം എഴുതി. ദെൻ dy ബൈ dx നേരെ വരുന്നു. ഈസ് ഈക്വൽ ടു നോക്കുക ഓവറോൾ ഇത് ഏത് രൂപത്തിലാണ്? റൂട്ട് എക്സിന്റെ രൂപത്തിലാണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഓർമ്മ വരണം 1/2 റൂട്ട് എക്സ്. 1/2 റൂട്ട് എക്സിന് പകരം ഇത്രയാണ് ഇ റൈസ് ടു റൂട്ട് എക്സ് ആണ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്
എക്സിന് പകരം വന്നിട്ട് ഇത്രയാണ് കേട്ടോ. ഇ റൈസ് ടു റൂട്ട് എക്സ് ആണ് എക്സിന് പകരം. അതിന് ഒന്നും കൂടി ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് എഴുതി. ഒരു സ്റ്റെപ്പ് ആയേ ഉള്ളൂ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ് ഏത് രൂപത്തിലാണ്? ഇ റൈസ് ടു എക്സിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അപ്പൊ ഇ റൈസ് ടു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു റൂട്ട് എക്സ് തന്നെയാണോ? അല്ല. ഇ റൈസ് ടു റൂട്ട് എക്സ് ആദ്യം എഴുതിയിട്ട് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് വൺസ് അഗെയിൻ. എല്ലാം ഇത്രയും ചെയ്തെന്ന് ഒരു കാര്യം മനസ്സിലായി കാണും. നമ്മൾ ചെയ്യുന്നതൊക്കെ അവസാനിപ്പിക്കുന്ന എവിടെയാണ്? നമ്മുടെ ലിസ്റ്റിലുള്ള ഫോർമുലയിൽ എത്തിച്ചേരുന്നത് വരെ അല്ലെ? കറക്റ്റ് അതേപോലെ ആകുമ്പോൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നോക്കിയേ ഡി റൂട്ട് എക്സ് ലിസ്റ്റ് കിടപ്പുണ്ടാവും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൊണ്ട് നിർത്താം. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു ഇ റൈസ് ടു റൂട്ട് എക്സ് ഇൻറ്റു 1/. ഇത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാം? ഇതെല്ലാം ചേർന്ന് ന്യൂമറേറ്റർ ഇ റൈസ് ടു റൂട്ട് എക്സിന്റെ 1 × 1 ഇ റൈസ് ടു റൂട്ട് എക്സ് എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ 2 × 4 റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ഇ റൈസ് ടു റൂട്ട് എക്സ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. സ്റ്റോപ്പ് ചെയ്യാം. ഹോംവർക്ക് ആണ് 8, 9, 10